നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയിട്ട് നാട്ടിൽ പോയിട്ട് നിങ്ങൾ ശമ്പളം കൊടുക്കുന്ന, നിങ്ങൾ വരിസംഖ്യ കൊടുക്കുന്ന നിങ്ങളുടെ പള്ളിയിലെ ഉസ്താദിനോടൊരു സംശയം ചോദിക്ക്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ജിൻ എന്ന അധ്യായത്തിൽ ഇങ്ങനെ ഒരു ആയത്തുണ്ടോ? വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികൾ അല്ലാഹുക്കുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, പള്ളികളിൽ അല്ലാഹുവോടൊപ്പം വേറെ ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്. ഇതിന്റെ അർത്ഥം എന്താണ് ഒന്ന് ചോദിക്കും. എന്താണ് ഇതിന്റെ അർത്ഥം? അപ്പോൾ നമ്മുടെ പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബദർമാലയിൽ മൗലിദിൽ വിളിക്കുന്നത് ആരോടാണ്? ഈ പ്രാർത്ഥന ഏത് അർത്ഥത്തിലേക്കാണ് വരുന്നത്? നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ. പള്ളികളിൽ വെച്ചുകൊണ്ട് ബദർമാലയും ബദർ മൗലിദും നേർച്ചയും ആണ്ടുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് നമ്മൾ ആലോചിക്കണം, ആ ബദരീങ്ങളോടാണ് സഹായം ചോദിച്ച് പ്രാർത്ഥിക്കുന്നത്. അവർ അവരുടെ ജീവിതത്തിന്റെ ആ രണഭൂമിയിൽ വെച്ച് ആരോടാ പ്രാർത്ഥിച്ചത്? ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും, നിങ്ങൾ അവിടെ വെച്ചുകൊണ്ട് അള്ളാഹിനോട് ഇസ്തിഗാസ ചെയ്ത് പ്രാർത്ഥിച്ചപ്പോ അല്ലാഹു തആല നിങ്ങൾക്കതാ പ്രാർത്ഥനക്ക് ഉത്തരം നൽകിയിരിക്കുന്നു. നിങ്ങൾക്ക് പ്രാർത്ഥനക്ക് ഉത്തരം നൽകിയിരിക്കുന്നു. എങ്ങനെ? ആയിരക്കണക്കിന് മലക്കുകളെ ഇറക്കിയിട്ട് നിങ്ങൾക്കതാ അവിടുന്ന് പ്രാർത്ഥനക്ക് ഉത്തരം നൽകിയിരിക്കുന്നു എന്നാ പഠിപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്?